പിന്നെ മോളെ റിയാലിറ്റി ഷോസിൽ ഒത്തിരി പോവാറുണ്ടോ? ഒരുപാട്. ഞാനൊരു റിയാലിറ്റി ഷോ പ്രോഡക്റ്റ് ആണ്. അമൃതയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നുവെച്ചാൽ എനിക്കൊന്ന് റിയാലിറ്റി പോയ മിക്കതും നല്ല ബിഫോർ മാരേജ് ഒത്തിരി പ്രൈസ് ഒക്കെ കിട്ടിയിട്ടില്ലേ? കിട്ടാത്തതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഒരുവിധം എല്ലാ റിയാലിറ്റി ഷോസിലും പോയിട്ടുണ്ട്. എങ്കിൽ ഫസ്റ്റ് അടിച്ച് വന്നിട്ടും ഉണ്ട്. ഒന്നിനും കിട്ടാതെ വന്നിട്ടില്ല അല്ലേ? ഫൈനലിലെങ്കിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ എല്ലാത്തിലും മൃദുല ചെന്ന് പാടിയതിലും എല്ലാം ഭയങ്കര ഹിറ്റാണ്. ഐ മീൻ സക്സസ് ആയിരുന്നു മൃദുലയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞു നമുക്ക് പ്രൊഫഷണലി അത് കാര്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീവിക്കണം. അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ? അതില് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ എപ്പോഴെങ്കിലും ഇത് സക്സസ് കിട്ടി പൊക്കോണ്ടിരിക്കുന്നു പാട്ടില്, എപ്പോഴെങ്കിലും ഒരു പരാജയം വന്നാൽ അത് നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നോ? പരാജയം എന്നങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ മോള് ക്യാരിയിങ് ആയ സമയത്ത് എനിക്ക് കംപ്ലീറ്റ് ഒരു റെസ്റ്റ് പോലെയായിരുന്നു. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും പറയാം ബെഡ് റെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് എനിക്ക് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല പീക്ക് ടൈമിൽ ഇരിക്കുന്ന ലാലി ലാലി, അത് കഴിഞ്ഞ് ഒരു മെഴുതിരിയുടെ മഴയെ തൂമഴയെ, അങ്ങനെ കുറെ ഹിറ്റ്സ് ഉണ്ടായ സമയത്തായിരുന്നു ഈ ഒരു ബ്രേക്ക് വന്നത്. കംപ്ലീറ്റ് റെസ്റ്റും അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ്. റെക്കോർഡിങ്ങിന് വിളിക്കും, നോ പറയും, പറ്റുന്നില്ല, ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ വളരെ ടഫ് പീരീഡ് ആയിരുന്നു. കയ്യിൽ വന്ന സാധനം കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ എനിക്ക് പക്ഷെ വളരെ ആഗ്രഹിച്ച ഒരു സമയത്താണ് ബേബി ഉണ്ടാവുന്നതും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ പേടിയുണ്ടായിരുന്നു, മിസ്കാരേജിന്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ്, പക്ഷെ അതിന് മാത്രം ഫോക്കസ് കൊടുത്ത് കംപ്ലീറ്റ് വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും മോൾക്ക് ഫീഡിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഒരുപാട് അവളെ കാര്യങ്ങളെ അഫക്റ്റ് ആവാതെ വേണമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകാൻ. അപ്പം അവളെയും കൊണ്ടുപോകുന്നു. അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ ആയിരുന്നു. മൃദുലയുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അമ്മ കുട്ടിക്കാലത്ത് ഞാൻ ആരെങ്കിലുമൊക്കെ പാടാൻ പറയുന്ന സമയത്ത് പാടുന്ന 2-3 പാട്ടുകളുണ്ട്. എല്ലാരും ചൊല്ലണ്, അഞ്ജന കണ്ണെഴുതി, അത് എപ്പോഴും അഞ്ജന കണ്ണെഴുതി. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. തെയ്തും തെയ്യത്തും തെയ്തും തെയ്യത്തും. അമ്മ പാടുന്ന പാട്ട് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. പണ്ടത്തെ റാപ്പല്ലേ? പക്ഷെ ഭയങ്കര രസാട്ടോ. ഈ അമ്മമാർക്ക് ഇത്ര നിഷ്കളങ്കമായ മനസ്സാണ്. അമ്മ വളരെ നന്നായി പാടും ചെയ്യും. ആരും ഒന്ന് കൈയടിച്ചു പോകുന്ന പോലെ അമ്മ പാടാറുള്ളത്. ഭയങ്കര ആക്റ്റീവായിട്ടല്ലേ അമ്മ. അമ്മ ഭയങ്കര സ്മാർട്ട് ആയിട്ട് പ്രത്യേക അന്വേഷണം നമ്മുടെ പറയണം കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. പാട്ടും പാടിച്ചു, വിശേഷവും പറഞ്ഞു എല്ലാം ഇരുന്നിട്ട് ഒന്നും തരാത്ത ഒരു ചേച്ചി. പിന്നെ അതിനല്ലേ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ തരാട്ടോ മോളെ. കൊച്ചു പച്ചക്കറി ഒന്നും കഴിക്കുകയല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇന്നുണ്ടാക്കിയ പനീർ എന്തായാലും കൊച്ചിന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്തായാലും ഇന്നുണ്ടാക്കിയത് കുറച്ച് പാക്ക് ചെയ്ത് തന്നു വിടാം. കൊച്ചിന് വേണ്ടി കൊണ്ട് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും.
ചേച്ചി കഴിക്കണം. ഇഷ്ടാണോ? ഞാനേ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് അത് ചീത്തയായിട്ടല്ല, പക്ഷെ കാര്യം എന്റെ അമ്മ പറയാറുണ്ട് ഇതുപോലെ, കുക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു കഴിക്കാനുള്ളൊരു കാരണം സ്മെല്ലൊക്കെ അടിച്ച് കൊറേ എല്ലാ സ്മെല്ലും വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോ അതിനോട് താല്പര്യം ഇല്ലാതെ അമ്മ ഇതേ കാര്യം പറയാറുണ്ട്. വേറെ ആരെങ്കിലും കുക്ക് ചെയ്ത് തരുന്നത് കഴിക്കാന് സത്യം പറഞ്ഞാൽ ഞാൻ വേണേല് എന്നാ പറയാ അത് ഫുള്ളും കഴിക്കും, അത്ര എനിക്ക് ഇഷ്ടം. പക്ഷെ തന്നെത്താൻ ഉണ്ടാക്കിയത് അത് തന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കും മോളെ, കഴിക്കും. പനീർ കണ്ടപ്പോഴേ കൺട്രോള് പോയി. അതാണ് നമുക്കിതൊക്കെ ഇല്ലേ ഉള്ളൂ വെജിറ്റേറിയൻസിന്. അല്ല, ഈ ടോഫു നല്ലതല്ലേ മോളെ? പനീർ ഈക്വൽ ടു ടോഫു, പനീറിനെ പോലെ തന്നെ. ആണെന്ന് പറയാം. അതെ, ഇതൊക്കെ നല്ലതാ. എന്നറിയോ, ഇതൊക്കെ ഇങ്ങനെ ക്രീമി ആയിട്ട് സൂപ്പർ ആയിട്ട് കേട്ടോ ചേച്ചി. ഇഷ്ടായോ? കൊച്ചിനെ എന്താന്ന് വിടാതെ. അതുകൊണ്ട് എന്തായാലും പിള്ളേര് രാത്രി ഇത് ഈ പനീർ കഴിച്ചാൽ മതി. യമ്മായിട്ടുണ്ട്. എന്തായാലും ഐ എം സോ ഹാപ്പി. ഇതേപോലെ ചേച്ചി അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് വരിക. ചേച്ചി തിരിച്ച് വീട്ടിലേക്ക് കൊച്ചിനെ അന്വേഷിച്ചൊക്കെ വരും. പിന്നെ ഉറപ്പായിട്ട് വരും. അമ്മയോട് പ്രത്യേകം അന്വേഷണം പറയണം. എന്താ പറയാ, അമ്മ ഇത്രയും നല്ല വർത്താനം ഒക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര കാര്യം പറഞ്ഞപ്പോഴും അച്ഛനും നന്നായി പാടും കേട്ടോ. അച്ഛനും നന്നായി പാടും. അച്ഛൻ ഇതേപോലെ ഞങ്ങളൊക്കെ പോലെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ പോലെ ട്രെയിനിങ് കിട്ടിയില്ല. അത് അല്ലെങ്കിൽ അച്ഛൻ ഒരു നല്ലൊരു കലാകാരനാവേണ്ടതായിരുന്നു. പക്ഷെ ബ്ലെസ്ഡ് ഫാമിലി. അതെ, അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഡോക്ടറോടും കൂടെ അന്വേഷണം പറയണേ. തീർച്ചയായിട്ടും. അവിടെയും എല്ലാവരോടും അന്വേഷണം. തീർച്ചയായിട്ടും. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേച്ചി.